വെൽക്കം ടു ദ മാസ്റ്റർ മൈൻഡ്. മാസ്റ്റർ മൈൻഡിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ വളരെ ഗുണം ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സാധാരണ ബ്രൗസറിൽ ഇന്ത്യ എന്ന് വിക്കിപീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ് എടുത്ത് അതിൽ ക്ലെയിമിംഗ് എന്നുള്ള വേർഡിൽ ടച്ച് ചെയ്ത് പിടിക്കുന്നു. നമുക്കിവിടെ ഒരു വേർഡ് മീനിങ്ങും കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, പക്ഷേ ഗൂഗിൾ ക്രോമിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയി ഇന്ത്യ സെർച്ച് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരു വേർഡ് ടച്ച് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് താഴെ ക്ലെയിമിംഗ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് താഴെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ക്ലെയിമിംഗ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഓക്കെ മലയാളത്തിൽ തന്നെ കാണിക്കും. പക്ഷേ നമ്മൾ ഇനി പറയാൻ പോകുന്ന ബ്രൗസർ എന്ന് വെച്ചാൽ ആ ബ്രൗസറിൻ്റെ പേര് മാക്ടാപ്പ് എന്നുള്ളൊരു ബ്രൗസറാണ്. പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമായ ഒരു ബ്രൗസറാണ്. മാക്ടാപ്പ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇത് നമസ്തേ എന്നുള്ള ഒരു കൈയോടുകൂടിയാണ് കാണിക്കുന്നത്. തുടക്കം തന്നെ ഇത് നമ്മൾ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്നു. ഇതിലും സെയിം നമ്മൾ വെബ്സൈറ്റിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ ഇതൊരു ബ്രൗസർ, യൂസി ബ്രൗസറൊക്കെ പോലുള്ളൊരു ബ്രൗസറാണ്. അപ്പോൾ നമുക്ക് സെയിം കണ്ടൻറ് ഇതിലും കാണാൻ സാധിക്കും. ഇന്ത്യ എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ നോക്കൂ, ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ഓൺ എന്നുള്ളൊരു പച്ച ബട്ടൺ കാണുന്നുണ്ട്. ഓക്കെ, ഈ പച്ച ബട്ടൺ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എവിടോട്ടാണെങ്കിലും മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതിൽ ഒന്നുകൂടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഓഫ് ആകും. ഓഫ് ആകുമ്പോൾ നമുക്ക് വേർഡിൻ്റെ മീനിങ് ഒന്നും തന്നെ ഇതിൽ സെർച്ച് ചെയ്ത് കിട്ടില്ല. ഓക്കെ, ഇതോ ഇപ്പോൾ ഓഫാണ്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേർഡിൻ്റെ ഡോവിങ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ഓണാണ്. ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ അതിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കതിൽ കണ്ണിമ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ട് അതിൽ എഴുതി കാണിക്കും. താഴെ കാണുന്ന ഇൻഡു ബട്ടണിൽ പ്രസ് ചെയ്താൽ വീണ്ടും എൻഡ് ആവും. വീണ്ടും നമുക്ക് കണ്ടിന്യൂ റീഡ് ചെയ്യാൻ സാധിക്കും. ക്ലെയിമിംഗ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഘോഷിക്കുക. അതിൻ്റെ താഴെ ഒരു സെൻറ്റൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹീ ഈസ് ക്ലെയിമിങ് ഹിസ് ലവ്. ഓക്കെ, അതായത് അവൻ്റെ സ്നേഹം അവളോട് തുറന്നു പറഞ്ഞ് പ്രകടിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ക്ലെയിമിങ്ങിൻ്റെ മീനിങ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിനോണിംസ്, ആൻറ്റോണിംസ് എല്ലാം തന്നെ നമ്മളുടെ റൈറ്റ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റോണിംസ്, സിനോണിംസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ അതിൻ്റെ സിനോണിംസ് അല്ലെങ്കിൽ ആൻറ്റോണിംസിൻ്റെ മീനിങ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും അത് ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ചൊരു ഇമേജോട് കൂടി ഒരു വ്യക്തമായൊരു ധാരണ നമ്മൾക്ക് അവർ തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫെസിലിറ്റി മാത്രമാണ്. ഇതിപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ ഒരു കണ്ടൻറ് സെർച്ച് ചെയ്യുമ്പോൾ, ഓൺലൈൻ കണ്ടൻറ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൂടാതെ ഇനി നമ്മളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു PDF ആണ് നമ്മൾ വായിക്കുന്നത്, പിന്നെ നമ്മൾക്ക് ഒരുപാട് ബുക്കുകൾ, ഓൺലൈനായിട്ട് ഒരുപാട് ബുക്കുകൾ ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി ഇപ്പം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾക്ക് എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് മുതൽ കോമ്പറ്റേറ്റീവ് എക്സാം, UPSC, SSB, NDA അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുന്ന എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇവിടെ ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇമേജ് ഡിക്ഷണറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എന്തിനെക്കുറിച്ച് ടൈപ്പ് ചെയ്യുന്നു അതിൻ്റെ മീനിങ് നമുക്ക് ഇമേജോടുകൂടി കാണിക്കും. റിവർ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നദി എന്ന് കാണിക്കും, താജ്മഹൽ എന്ന് കാണിക്കും. അതേപോലെ തന്നെ അമേരിക്ക എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ കണ്ടോ, ഇപ്പം നമ്മൾ കണ്ടത് അമേരിക്കയുടെ ഒരു ഫ്ലാഗാണ് കാണുന്നത്. അതായത് ഏത് രാജ്യത്തിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്കവിടെ ഒരു അവരുടെ ഫ്ലാഗ് കാണാൻ സാധിക്കും. ഇപ്പോൾ യമുന റിവറിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇമേജസ് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി അത് കൂടാതെ തന്നെ ബുക്സ്, ഇത് ഒരുപാട് ഫ്രീ ബുക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ബുക്സ് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ടാണ് ഫ്രീ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ PDF, വേർഡ്, എക്സൽ ഫയൽസുകളെല്ലാം തന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഡൗൺലോഡ് ആയിട്ടുള്ള എല്ലാ വേർഡ് ഫയലും കാണിക്കുന്നുണ്ട്. അതിനകത്ത് സോഷ്യോളജി എന്നുള്ളത് നമ്മൾ തുറന്നു. ഇതിനകത്ത് നിന്ന് നമുക്ക് ഏത് വേർഡിൻ്റെ മീനിങ് വേണമെങ്കിലും ടച്ച് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കോംപ്രിഹെൻഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഗ്രഹിക്കുക എന്ന് അവരെഴുതി ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ഏത് വേർഡിൻ്റെ മീനിങ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെയിം വായിക്കുന്ന കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. വിത്ത് ഇമേജോടുകൂടി നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം താഴെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവർ കുറച്ചുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട് ഇതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിനൊരു അപ്പോളജീസ്
അതിൻ്റെ ക്ഷമയാചിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ കൃത്യമായി കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത്, വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ബുക്സിനെ കുറിച്ചും ഡിക്ഷണറിയെക്കുറിച്ചും പറയുകയാണെങ്കിൽ അതിനു മുന്നേ ഇതാണ് മാക്ടാപ്പിൻ്റെ നമ്മുടെ സിമ്പിൾ. ഇതാണ് ഈ സിമ്പിൾ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ബ്രൗസറിൻ്റെ ഫയൽ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഓപ്പൺ ആകും. അതിൽ നിന്ന് നമുക്ക് താഴേക്ക് ഒരുപാട് ന്യൂസുകൾ, ഓൺലൈൻ ന്യൂസുകൾ അപ്പോൾ അവർ ഇമേജോട് കൂടി തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ബുക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫ്രീ ബുക്സുകളും അതേപോലെ തന്നെ പെയ്ഡഡ് ബുക്കുകളുമുണ്ട്. നമ്മളിപ്പോൾ ഫ്രീ ബുക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ NCERT, ICSC, NDA അങ്ങനെ ഒരുപാട് ബുക്കുകൾ. താഴേക്ക് നോക്കിയാൽ SSB, നമുക്ക് UPSC ടെസ്റ്റിന് വേണ്ടി ഉള്ള ടെക്സ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്കിതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പെയ്ഡ് ബുക്ക് വളരെ തുച്ഛമായ റേറ്റിലാണ്. 8 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ, അങ്ങനെ വളരെ തുച്ഛമായ ഒരു റേറ്റിലാണ് നമുക്ക് അവർ പെയ്ഡ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കിത് സേവ് ചെയ്തിട്ട് പിന്നീട് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് ഓൺലി ഓൺലൈൻ റീഡിങ്ങിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും നമ്മുടെ ഫോണിൽ. ഇപ്പോൾ ഞാൻ ഫ്രീ ബുക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്രീ ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ NCERTയുടെ ഒരു ഫ്രീ ബുക്കാണ്. ഇത് കണ്ടോ, അതിൽ സി മോറിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ബുക്കുകൾ നമുക്ക് കാണിക്കും. ഒരുപാട് ഫ്രീ ബുക്സ് ഉണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇതാണ്ട് ചാപ്റ്റർ വൈസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ നോക്കുക, ചാപ്റ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോരോ ചാപ്റ്റർ വൈസ്. നമുക്ക് ഫുൾ ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ചാപ്റ്ററാണ് വേണ്ടത്, പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വെറും ചാപ്റ്റർ മാത്രം മതിയോ എങ്കിൽ ഓരോരോ ചാപ്റ്ററായിട്ട് നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓരോരോ ചാപ്റ്ററിൻ്റെ പേരോടുകൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓൾ കാറ്റഗറിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ബുക്കുകളുടെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇമേജോടുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, വായിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ ഫുൾ കണ്ടൻറ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടതോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടതോ ആയിട്ടുള്ള എന്താണെങ്കിലും നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലുള്ളതുപോലെ ഇതിനകത്ത് അവർ ഒരുപാട് ഷോർട്ട് വീഡിയോസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ റീൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയും കാണുകയും അതുപോലെ തന്നെയുള്ള ഇതിൻ്റെ കുറച്ച് ഫെസിലിറ്റികളാണ്. ഇതിനകത്ത് നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ബ്രൗസറിൽ തന്നെ. അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് വീഡിയോ കോഴ്സസുകളുണ്ട്. CBSE, NCERT ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ അവർ ഫ്രീ ആയിട്ട് യൂട്യൂബ് വീഡിയോ പോലെ തന്നെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യുന്നവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. IAS എക്സാം അങ്ങനെയൊക്കെയുള്ള എക്സാമിനൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓരോ ലാംഗ്വേജ് മറ്റൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ഇഡിയംസിൻ്റെ യൂസേജും കാര്യങ്ങളും ഒക്കെ അവർ നമുക്ക് ഇതിനകത്ത് വ്യക്തമായി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾക്ക് ഒരുപാട് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ മാക്ടാപ്പ് എന്ന് പറയുന്നത്. UC ബ്രൗസർ, ഒപ്പേരോ മിനി ഒന്നും ഇനി നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട, മറ്റ് ചൈനീസ് ആപ്പുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ഒരു ഇന്ത്യൻ ആപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയുള്ള അപ്ഡേഷനുകൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരുപാട് ഫെസിലിറ്റികൾ അവർ ഇനിയും ആഡ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഫെസിലിറ്റി അവർക്ക് നല്ല കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫിനാൻഷ്യലായിട്ട് ഉള്ളൊരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ആപ്ലിക്കേഷൻ ഞാൻ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മളെല്ലാവരും ഇന്ന് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ കൂടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.